SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഡൽഹിയിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തു. അതേ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരം പാളയത്ത് റെയ്ഡ് ഉണ്ടായി. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ ഭാഗത്ത് 14ഓളം സംസ്ഥാനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ഉണ്ടായി. ഇഡിയുടെ ജീവനക്കാര് ടാക്സി കാറുകളിൽ മറ്റും വന്നാണ് അപ്രതീക്ഷിതമായ റെയ്ഡ് നടത്തിയത്. കർണാടകയിലും കേരളത്തിലും ജാർഖണ്ഡിലും തെലുങ്കാനയിലും ഒക്കെ 14 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഘടകം തന്നെയാണ് SDPI എന്നാണ് ED പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം ഏകദേശം SDPIയുടെ സംസ്ഥാന നേതാക്കന്മാരെയും ഒക്കെ പലരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സാംസ്കാരിക ഘടകമായിട്ടാണ് SDPI വന്നെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും SDPI ചെയ്യുന്നതായിട്ടാണ് ED കരുതുന്നത്. ED അതിലേക്കുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്ന ഒപ്പം ബംഗാളിൽ നടന്നു, ജാർഖണ്ഡിൽ നടന്നു, അതുപോലെ ജയ്പൂർ നടന്നു, UPയിലെ ചില ഭാഗത്ത് നടന്നു. മൊത്തം 14 സ്ഥലത്താണ് റെയ്ഡ് നടന്നത്. ഇസ്ലാമിക് മൂവ്മെന്റ് നമുക്കറിയാം. ആ മൂവ്മെന്റ് ഇസ്ലാമിനെതിരെ റെസിസ്റ്റൻസ് ആണ് എന്നാണ് പറഞ്ഞു വച്ചിരുന്നത് നേരത്തെ. എങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന സംഘടനയുടെ അതേ പതിപ്പ് തന്നെയാണ് SDPI എന്നാണ് EDയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും നമുക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആവിർഭാവം കേരളത്തിലാണെന്നറിയാം. 2006 പോപ്പുലർ ഫ്രണ്ട് കോഴിക്കോട് മീൻചന്തയിലാണ് അത് തുടങ്ങി വെച്ചത്. അതിനുശേഷം കേരളം മുഴുവൻ വ്യാപിച്ചു. മലയാളികളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മിക്കവാറും എല്ലാ ഭാരവാഹിത്വവും വഹിക്കുന്നതും. എല്ലാ സംസ്ഥാനങ്ങളിലെ അവരുടെ ഘടകങ്ങളിലെ ഭൂരിപക്ഷം ആൾക്കാരും മലയാളികൾ തന്നെയായിട്ടാണ് കാണപ്പെട്ടത്. എന്തായാലും ബോംബെ സ്ഫോടനം നമുക്ക് എല്ലാവർക്കും അറിയാം. 1993 257 പേർ കൊല്ലപ്പെട്ടു, 713 പേര് പരിക്കുണ്ടായി. ഗുജറാത്തിൽ നിന്ന് 4 ഭീകരരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരാളെ നമുക്ക് പിടിക്കാൻ സാധിച്ചു. അയാളെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അബൂബക്കർ അൽ ബാഗ്ദാദി എന്ന IS ആളെ കൊല്ലപ്പെട്ടതോടുകൂടി ആണ് അഫ്ഗാനിസ്ഥാനിലും മറ്റും ഈ ISന്റെ പ്രവർത്തനം നശിച്ചത്. അതിനുശേഷം കേരളത്തിലെ പല കുട്ടികളും ISൽ പോയി ജോയിൻ ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള പ്രവാഹം നിന്നു. കാരണം ISന്റെ പ്രവർത്തിച്ച പലരും അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. അത് ഏകദേശം കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 21ഓളം മലയാളികൾ ISൽ ചേരുകയും അതിനകത്ത് 4 പെൺകുട്ടികൾ ISൽ ചേർന്നു, 2 ക്രിസ്ത്യൻസും 2 ഹിന്ദുവും. പൊതുവായി നമ്മൾ നോക്കുമ്പം കേരളത്തിന് ആണ് ഇന്ത്യയിലെ ISൽ കൂടുതൽ ആൾക്കാർ ചേർന്നതെന്ന് കാണാം. ആ രീതിയിലുള്ള പോക്ക് ഇപ്പം കുറഞ്ഞു. ഇപ്പം പലരും അതിൽ നിന്ന് പോയവർ മടങ്ങി കേരളത്തിൽ തന്നെ വന്നിരിക്കുന്നു, അല്ലെ ഇന്ത്യയുടെ പല ഭാഗത്തും എത്തിയിരിക്കുന്നു. 2 പെൺകുട്ടികളെ കണ്ണൂരിലെ താണയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തിരുന്നു. ആ 2 പെൺകുട്ടികൾ ദുബായിലുള്ളവരായിരുന്നു, കണ്ണൂർ സ്വദേശിയിലാണ്. അവർ ദുബായി പഠിച്ച കുട്ടികളാണ്. ISന്റെ ആ മൂർധന്യാവസ്ഥയിൽ പെൺകുട്ടികൾ അവരെ ISൽ ചേരാനായിട്ട് ദുബായിൽ നിന്ന് അവര് ഇറാൻ വഴി ടെഹ്റാൻ വഴി ISൽ പോകാൻ വന്നപ്പം ടെഹ്റാനിലെ എയർപോർട്ടിലെ ഇന്ത്യയോട് കൂറുള്ള ആ ടെഹ്റാനിലെ എയർപോർട്ട് ജീവനക്കാർ ഈ കുട്ടികളെ തടഞ്ഞു വയ്ക്കുകയും അവരെ മടക്കി ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ അവർ മടങ്ങി ഇന്ത്യയിൽ വന്നിട്ടും കണ്ണൂരിരുന്ന് ആ കുട്ടികളെ ടെലഗ്രാം വഴിയും ഹൂപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും അവര് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അവരെ ISന്റെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു.
അതുകൊണ്ടായിരുന്നു രണ്ട് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് ഡൽഹി കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അവരിപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. എങ്കിലും IS-ലെ സ്ലീപ്പിംഗ് സെൽസ് കേരളത്തിൽ ധാരാളം ഉണ്ട് എന്ന് DGP ആയിരുന്ന ബെഹ്റ റിട്ടയർ ചെയ്യുന്ന ആ ദിവസം അത് വെളിപ്പെടുത്തിയിട്ട് പോവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട DGP ചെയ്തില്ല എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിൽ തന്നെയും നമുക്ക് കേരളത്തിലെ ചില IS ആൾക്കാര് NIA-യുടെ നോട്ടപ്പുള്ളിയായിട്ടുണ്ടായിരുന്നു. കാരണം അവര് മോസ്റ്റ് വാണ്ടഡ് ആയ 3 ആൾക്കാര് അവര് മലയാളികളായിരുന്നു. അവര് എക്സ്പെർട്ടായിരുന്നു ബോംബ് സ്ഫോടനത്തിന്റെ. മുഹമ്മദ് ഷാനവാസ്, മുഹമ്മദ് റിസാഖ് ഖാൻ, മുഹമ്മദ് അർഷാദ് എന്നിവരെ 2023 ഒക്ടോബർ മാസം 2-ാം തീയതി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെ റിമാൻഡിലാക്കുകയും ചെയ്തു. അതുകൂടാതെ NIA മഞ്ചേരിയിലുള്ള കാരാപ്പറമ്പിലുള്ള ഗ്രീൻ വാലി അക്കാദമി എന്നൊരു സ്ഥാപനം പോപ്പുലർ ഫ്രണ്ടിന്റെ ആയിരുന്നു. പിന്നീട് അത് SDP-യുടെ ആയി. 24 ഏക്കറും കെട്ടിടവും അതിനകത്ത് ഉണ്ടായിരുന്നത് കണ്ടുകെട്ടുകയും ചെയ്തു. ഈ പ്രവർത്തനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അനുവദിക്കത്തില്ല. ഇന്നും ഈ SDP-ക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ടിൽ ഒക്കെ ഫണ്ട് വരുന്നുണ്ട്. അത് വേറെ ചില ഏജൻസി മുഖേന ഇന്ത്യയിലേക്ക് കടത്തുകയാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനുള്ള ചില എവിഡൻസുകൾ NIA-ക്ക് ലഭിക്കുകയും ചെയ്തു. കേരളത്തിലെ പല സ്ഥലത്തും, പത്തനംതിട്ടയിലും അവിടെയും അതുപോലെ എറണാകുളത്തും കൊച്ചിയിലും ചില ബോംബ് സ്ഫോടനമൊക്കെ ഉണ്ടായി. എങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും നമുക്കുണ്ടായില്ല. എങ്കിലും അതിൻ്റെ പ്രവർത്തന മേഖലകളിലെ പല സ്ഥലത്തും ചെറുപ്പക്കാരായ കുട്ടികളെ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും വാഗമണ്ണിലും കണ്ണൂർ ചില ഭാഗത്തുമൊക്കെ അവർ ക്യാമ്പ് നടത്തുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. എന്തായാലും NIA-യും റോയും IB-യും ഇപ്പോഴും ഈ നിരോധിത സംഘടന പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് കരുതുന്നതുകൊണ്ട് അവർ പല സ്ഥലങ്ങളിലും രഹസ്യമായി റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ സ്വദേശിയായ ഒരാള്, അയാള് സയ്യിദ് നബീൻ എന്ന് പറഞ്ഞ അയാൾ കോയമ്പത്തൂരും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മധുര ഏരിയയിലൊക്കെ പ്രവർത്തന മേഖലകൾ അയാൾ വ്യാപിപ്പിച്ച് അവിടെ നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയും പ്രവർത്തനത്തിന് ഫണ്ട് സ്വീകരിച്ചതായിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇപ്പോഴും റിമാൻഡിലാണ്. സൈലൻ്റായി പല കുട്ടികളും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് വെളിയിൽ പോവുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മതങ്ങൾ സമൂഹത്തിന് വളരെ ആവശ്യമായ ഘടകങ്ങൾ തന്നെ. എല്ലാ മതത്തിനും അതിൻ്റെതായ മേന്മകളുണ്ട്. പക്ഷെ തീവ്രവാദ സ്വഭാവം ഒരു മതത്തിനും നല്ലതല്ല. കുട്ടികൾ അങ്ങനെ ആകർഷിക്കപ്പെട്ട് അവരുടെ വ്യക്തിജീവിതം നശിക്കുകയും അവരുടെ കുടുംബങ്ങൾ നശിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിലേക്കൊന്നും പോകാതെ അവര് മതത്തിൽ വിശ്വസിക്കുകയോ മതത്തിൽ വേണ്ടി പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തുള്ളൂ. പക്ഷെ തീവ്രവാദം സ്വഭാവത്തോടു കൂടി പോയാൽ അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായ ഒരു നീക്കമായി കണക്കാക്കി അതിശക്തമായ നടപടികൾ NIA-യും മറ്റൊരും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള എക്സ്ട്രീം പ്രവർത്തനങ്ങൾ ഇത് ടെററിസ്റ്റ് പ്രവർത്തനമായിട്ട് തന്നെ കണക്കാക്കും. നിങ്ങൾ ഒറ്റയ്ക്കൊരാൾ മാത്രം തീവ്രവാദ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ആ ആളെ ഒരു സംഘടന പ്രവർത്തനം നടത്തുന്ന എപ്രകാരമാണോ ആ രീതിയിൽ അയാളെ കണക്കാക്കി അയാളെ അറസ്റ്റ് ചെയ്ത് തീവ്രവാദ പ്രവർത്തനത്തിന് എതിരായിട്ടുള്ള നടപടികൾ വിധേയമാക്കാനും അതുപോലെയുള്ള നിയമങ്ങൾ പലതും ഇന്ത്യയിൽ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴും സൈലൻ്റായി ചില സ്ലീപ്പിംഗ് സെൽസ് മുഖേന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഘടകമായ SDP-ഐ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതും. അറസ്റ്റിനോടനുബന്ധിച്ച് അവർ തിരുവനന്തപുരത്ത് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും അവിടെ റെയ്ഡ് നടത്തുകയുണ്ടായി. ഏതായാലും ഇതിലേക്ക് ആകർഷിക്കപ്പെടാതെ മതകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ആത്മീയ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഇന്ത്യയിൽ തടസ്സമില്ല എന്ന് കുട്ടികൾ ആലോചിക്കണം. ആ രീതിയിൽ വേണം പ്രവർത്തിക്കേണ്ടത്.